നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം. നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ മദ്യപാനം ലോകത്തിലെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യപാനം, മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ഒരു പറ്റം യുവാക്കളുടെ നാടാണിത്. യാതൊരു വിധത്തിലും ധാരാളം സെന്ററുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും വിജയകരമല്ല. റീ അഡിക്ഷൻ സെന്ററുകൾ നിങ്ങൾക്ക് നടന്നു പോകുന്ന സമയത്തോ യാത്ര പോകുന്ന സമയത്തോ നിങ്ങൾക്ക് ഒരുപാട് സെന്ററുകൾ കാണാം. അവിടെയുള്ള യുവാക്കൾ ആരും സന്തോഷത്തിലല്ല. അവിടെയൊക്കെ അശാസ്ത്രീയമായ കുറേ കാര്യങ്ങളുടെ കൂട്ടങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് പൂർണ്ണമായി മാറാനുമുള്ള ഒരവസ്ഥ അവിടെ സംജാതമല്ല. പിന്നെ എന്താണ് ഇതിനൊരു പോംവഴി? ആ പോംവഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കിതിന് മോചനം വേണമെങ്കിൽ, ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ, ഈ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളിൽ ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. നിരന്തരമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഉപദേശിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഉപദേശം ആ വ്യക്തിക്ക് ഒന്നും യേശില്ല. അതിന് വേണ്ടത് ബോധവൽക്കരണമാണ്. മദ്യവർജനം എന്ന് പറയുന്നത് ബോധവൽക്കരണത്തിലൂടെ അല്ലാതെ അവസാനിക്കാൻ കഴിയില്ല. മദ്യം ഉപയോഗിക്കാതെ നിയമം പോലും നിരോധിച്ചതുകൊണ്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആളുകൾ കുടിക്കാതിരുന്നിട്ടുണ്ടോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ വളരെ മുന്നേയുള്ള ഒരു ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് മദ്യനിർമ്മാർജ്ജനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? യുവാക്കളുടെ ഇടയിൽ, മുതിർന്നവരുടെ ഇടയിൽ ഒരു കാര്യവും നടന്നിട്ടില്ല. മദ്യവർജനം കൊണ്ടല്ല, ഡ്രഗിൻ്റെ വർജനം കൊണ്ടല്ല, മനുഷ്യൻ്റെ ബോധനിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം വേദികളിലൂടെ മാത്രമേ ഈ മനുഷ്യ മനസാക്ഷിയെ കാർന്നു തിന്നുന്ന, ഈ ലോകത്തെ കാർന്നു തിന്നുന്ന ഈ വലിയ കൊടും വിപത്തിനെ നമ്മൾക്ക് നേരിടാൻ കഴിയും.